സമ്പൂർണമായി ഞങ്ങൾ അർപ്പിക്കുന്നു. സംഗീതനാഗണി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവിളിക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ യോഗങ്ങളെയും ഈ തിരുവോൾത്താനിലേക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകൾ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇന്ന് പ്രസിദ്ധന്മാരായി പേര് നൽകിയിട്ടുള്ള 4-ാം യൂണിറ്റിലെയും 14-ാം യൂണിറ്റിലെയും എല്ലാ സഹോദരങ്ങളെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ വേദിയിൽ നമുക്ക് അർപ്പിക്കാം. ഒപ്പം ഈ ദേവാലയത്തിലും അതുപോലെ വീട്ടിൽ നിന്നും ഈ ദിവ്യബലിയിൽ സമർപ്പിക്കുന്ന എല്ലാവരെയും ഈ ദിവ്യബലിയിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ നിയോഗങ്ങളെ തമ്പുരാന്റെ തിരുക്കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഏകമനസ്സോടെ ഈ സ്നേഹത്തിൻ്റെ ബലി ഒന്നുചേർന്ന് നമുക്ക് അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവരുളിയ കൽപ്പനോ തിരുനാമത്തിൽ ചേർന്നില്ല ഒരുവയൊഴിവൻ അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നമ്മൊരു പീഠമൊരുക്കിടാം. കർത്താവരുളിയ കൽപ്പനോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിക്കും. ഭൂമിയിലെന്നും മർത്യരും ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിക്കും. ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യരും ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ ദൈവം. ആമേൻ. കർത്താവേ, രാജാവേ, ആടും പൂക്കളെങ്ങും ഞാൻ സകലേശ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ ഭഗവൻ. കർത്താവേ, സ്തുതി പാടും അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവരും പാരം സുസ്ഥിരമെന്നെന്നും അനവധ്യൻ മഹാരാജാവും മഹിമയ്ക്കറിയോ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ തിരികണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകുവാനും ഇടയാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനം ശ്രവിക്കാം, ഹൃദയം തുറക്കാം, ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം. വചനം ശ്രവിക്കാം, ഹൃദയം തുറക്കാം, ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം. വചനമായ ദൈവമേ, വചനമായ സത്യമേ, വചനമായ മാർഗ്ഗമേ, വചനമായ ജീവനേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം വെച്ച സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 8 വാക്യങ്ങൾ 22 മുതൽ. പിന്നീട് അവൻ ബേത്സയിദായിലെത്തി. കുറെ പേർ ഒരു അന്ധനെ അവന്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെ പോലിരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു വിടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളെയും വ്യക്തമായി കണ്ടു. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായുടെ ഏറ്റവും സ്നേഹം പറഞ്ഞ സഹോദരങ്ങളെ, തിരുനാളിന്റെ ഒരുക്കത്തിനുള്ള 2ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ചിന്ത എന്ന് പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് മറിയം ശുശ്രൂഷയിലെ ജീവിക്കുന്ന സുവിശേഷം എന്നതാണ്. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 56-ാമത്തെ വാക്യമാണ് ഇന്നത്തെ സന്ദേശത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. അവൾ എലിസബത്തിനോട് കൂടി 3 മാസം താമസിച്ചു എന്നുള്ളതാണ് ആ വചനം. ഇന്നത്തെ നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ട സുവിശേഷവുമായി വളരെയേറെ ചേർന്ന് നിൽക്കുന്നതാണ് ഈ
മറിയത്തിൻ്റെ ശുശ്രൂഷ മനോഭാവം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഈശോയുടെ ഒരു പ്രവൃത്തി വളരെ ശ്രദ്ധേയമാണ്. അന്ധനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ യേശു പറയുന്നു, യേശു അവനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവന്റെ അവസ്ഥയിൽ നിന്നും ഒരു പുതിയ ഒരവസ്ഥയിലേക്ക് അവനെ ഒന്ന് മാറ്റി നടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില മാറ്റി നിർത്തലുകൾ, ചില പുതിയൊരു മാറ്റം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം, പ്രതിസന്ധികളുണ്ടാവാം. നമ്മുടേതായ കാഴ്ചപ്പാടിൽ അവയൊക്കെ നമുക്ക് വളരെ വലിയ പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, നമുക്ക് നേരിടാൻ, തരണം ചെയ്യാൻ സാധിക്കാത്തവയാണ്. എന്നാൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ഒരു മൂന്നാമനായി നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, മറ്റൊരു വ്യക്തിയായി നമ്മുടെ പ്രശ്നത്തെ നോക്കിക്കാണുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് വളരെ ദിവ്യമായിട്ട് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഈശോയും നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി വേദനിക്കാതെ, ഭയപ്പെടാതെ, അതിൽ നിന്നും പുറത്തു കടന്ന് ഒന്ന് ചിന്തിക്കാൻ, ആ പ്രശ്നത്തെ നോക്കിക്കാണാൻ, അതിന് ഒരു പരിഹാരം കാണാൻ ഈശോ നമ്മെ വിളിക്കുകയാണ്. രണ്ടാമതായിട്ട് ഈശോ ആ അന്ധനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അവൻ പറയുന്നു, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഈ മനുഷ്യന് മുൻപ് കാഴ്ച ഉണ്ടായിരുന്നു. കാഴ്ചയില്ലാത്ത ഒരുവൻ മനുഷ്യർ മരങ്ങളെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് അവന് മനുഷ്യനെ പറ്റി യാതൊരു ധാരണയും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഈ മനുഷ്യന് കാഴ്ച ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആ നഷ്ടപ്പെട്ടു പോയ കാഴ്ച യേശു അവന് വീണ്ടും എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ മനുഷ്യരെ മരങ്ങളെ പോലെ കാണുന്നു എന്ന്. അവന്റെ കാഴ്ചപ്പാട് വികലമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കാഴ്ചപ്പാടുകൾ വികലമായതുകൊണ്ടാണ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ്, നമ്മുടെ കാഴ്ച അത്ര ശുദ്ധമല്ലാത്തത് കൊണ്ടാണ് മനുഷ്യരെ ഉപഭോഗത്തിലുള്ള വസ്തുക്കളായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് അവരെ നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് വലിച്ചെറിയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത് മനുഷ്യരെ ഇങ്ങനെ വസ്തുക്കളെ പോലെ കാണുന്നത് കൊണ്ടാണ്. ഇവിടെ ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിൽ മാതാവിനെ ശുശ്രൂഷ മനോഭാവത്തെ നമ്മൾ എടുത്ത് പരിശോധിച്ച് അതിനെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. മാതാവിന്റെ ശുശ്രൂഷ മനോഭാവത്തിൽ ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാനും ആ മനുഷ്യനെ അവന്റെ പ്രത്യേകതകളോടുകൂടെ കണ്ടുകൊണ്ട് അവനെ ശുശ്രൂഷിക്കാനും തയ്യാറാകുന്ന ഒരു മറിയത്തെ നമ്മൾ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ സന്ദേശം പകർത്താൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. മറിയത്തെ പോലെ ശുശ്രൂഷ മനോഭാവത്തോടെ ജീവിച്ചുകൊണ്ട് എല്ലാവർക്കും ശുശ്രൂഷയുടെ ഒരു സഹായഹസ്തം നീട്ടാൻ ഇന്ന് മറിയം നമ്മോട് ആവശ്യപ്പെടുകയാണ്. മൂന്നാമതായിട്ട് ഈശോ അവരോട് പറയുന്നുണ്ട്, ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുക പോലും വരുത്. നീ കടന്നു പോന്ന ആ സ്ഥലങ്ങളിലേക്ക് ഇനി ഒരിക്കലും പ്രവേശിക്കരുത്. ഈശോ നമ്മോട് പറയുന്നത് ഇതാണ്, നിന്റെ പാപാവസ്ഥകളിലേക്ക്, നിന്റെ വേദനയുടെ വിഷമത്തിന്റെ അവസ്ഥകളിലേക്ക് ഇനി ഒരിക്കലും നിനക്കൊരു തിരിച്ചുപോക്കുണ്ടാകരുത്. നീ ഒരു പുതിയ മനുഷ്യനാണ്, പുതിയ സൃഷ്ടിയാണ്, നിന്റെ പ്രവൃത്തികൾ പുതിയതാവണം. ആ ഒരു ചിന്തയും കൂടി നമുക്ക് ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് എടുത്തു വയ്ക്കാം. നമ്മൾ ഉപേക്ഷിച്ചു പോകുന്ന പാപത്തിന്റെ അവസ്ഥകളിലേക്ക്, നമ്മുടെ തെറ്റുകളുടെ അവസ്ഥകളിലേക്ക് ഇനി ഒരിക്കലും ഒരു തിരിച്ചുപോക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം നമ്മളിൽ നിന്നുണ്ടാകട്ടെ. അങ്ങനെ പരിശുദ്ധ മറിയത്തെ പോലെ ശുശ്രൂഷയുടേതായ ഒരു മനോഭാവത്തോടെ, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു മനോഭാവത്തോടെ, മറ്റുള്ളവരെ നല്ല വ്യക്തികളായി കാണുന്ന ഒരു മനോഭാവത്തോടെ ജീവിക്കാൻ, അതുപോലെ നമ്മുടെ പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ ലവോദിക്കയിലെ ദൂതനോട് ഇപ്രകാരം പറയുന്നുണ്ട്, നിനക്ക് നല്ല കാഴ്ച ലഭിക്കാൻ അഞ്ജനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക. ഈശോ മിശിഹ ഇന്ന് ഈ അൾത്താരയിൽ ഒഴിച്ച് നമുക്കായി നൽകുന്ന അഞ്ജനം വാങ്ങി നമുക്ക് കണ്ണിലെഴുതിക്കൊണ്ട് നല്ല കാഴ്ചയുള്ളവരായി മാറാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും
ആനന്ദത്തോടും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എന്റെ പ്രിയപുത്രനാവുന്നു എന്ന് പിതാവിന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ, കർത്താവ് ദൈവമായി നിന്നെ ഏറ്റുപറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും പാപിയുടെയും രൂപധരിച്ച മിശിഹായെ, വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവന്റെ പിതാവുമായ മാർ ജോർജ് ആന്റണി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയെയും മാർ കുര്യാക്കോസ് മെത്രാനെയും മാർ ജോസ് മെത്രാനെയും അവർ സകല ശുശ്രൂഷകളെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇതാ കർത്താവ് ദാസിയെ പ്രത്യേകിച്ചുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായി വിധേയപ്പെടുകയും വചനമായ ദൈവത്തിന് ഭൂമിയിൽ ജന്മം നൽകുകയും ചെയ്ത പരിശുദ്ധ കന്യാമരത്തിന്റെ മാതൃകയിൽ വചനമായ മിശിഹായെ ലോകത്തെ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദ്യ മാതാവായ ഹവ്വായുടെ അനുസരണക്കേട് മൂലം ഉണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണ വഴി രക്ഷാകർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യാമരത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും മാതൃകയായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്ക് എല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അചരണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ജീവിതം നല്ല ദൈവമേ, കാഴ്ചയിൽ ജീവിതം
സാക്ഷികളെയും സകലങ്ങളെയും നമ്മുടെ കൂടെ വരവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെയെന്നും വലിയവരൊപ്പം കാത്തുവസിക്കുന്നു എല്ലാവരും മഹിതോദ്ധാരത്തിൽ ശരണം തേടുന്നു ഒത്തിരരാമിടുക ഹൃദയഗതങ്ങൾ ചൊരിയുവിരങ്ങുന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ നിത്യം സർവ്വനാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരിയെ ശക്തിയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയായിരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശ്വാസി സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തെ വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. വിശ്വാസി കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവ്വനാഥനായ ദൈവം തന്റെ വിശുദ്ധത കേൾക്കുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നാം സമർപ്പിക്കുന്നതിന് അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായി നിന്നിട്ടും ഞങ്ങളെ കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനത്തിൽ എന്ന സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശ്വാസികളുടെ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹോചനെ എവിടെ അനുഷ്ഠിക്കുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണൽ താഴ്ത്തി വിചാരങ്ങൾ സ്വപ്നത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടെ ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും സർവാസുരി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര
കൂടാരങ്ങൾ അബ്രാഹം ഈസഹാക്യാകോബെന്നിവതൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താ ദൈവം തിരുവഴി അർപ്പിപ്പൂ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിലും നിന്ന് സ്തുതി, എല്ലാ നാവുകളിലും നിന്ന് കടന്നതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അഖിലോകത്തെയും അവരുടെ സകലത്തെയും കരുവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സർവവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോദരനായി അങ്ങേക്കു വിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും വരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രൗവന്മാരോടും സ്ഥാപന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്തു. ഓശാന ജയഗീതം പാടിടാം, ഓശാന സ്വരഗീതം വീട്ടിടാം. രാജാധിരാജൻ ഈശോനാഥൻ, ലോകത്തിൻ രക്ഷകനാം നാഥൻ. രാജാധിരാജൻ ഈശോനാഥൻ, ലോകത്തിൻ രക്ഷകനാം നാഥൻ. ആർപ്പുകളോടെ ആഗതനാകും വിണ്ണിന്റെ നാഥനായി ഓശാന പാടാം. കർത്താവെന്നു അവനല്ലോ ഓശാന ജയഗീതം പാടിടാം, ഓശാന സ്വരഗീതം വീട്ടിടാം. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന നവജാതൻ, അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശം, അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടുകൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ നിങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കൂ.
സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരുടെ ബലഹീനരും ആകുലരുമായി ദാസന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുക. നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ചുമച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ ജോസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷകർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വർത്തകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായ ഭവനങ്ങളിൽ നിന്ന് ഈ ദിവ്യബലിയിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം പ്രസിദ്ധന്മാരായി ഈ തിരുനാൾ അർപ്പിക്കുന്ന 4-ാം യൂണിറ്റിലെയും 14-ാം യൂണിറ്റിലെയും എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സഫലീകൃതമാകുന്നതിനു വേണ്ടിയും കൊറോണ എന്ന രോഗം മൂലം ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പേരുന്ന എല്ലാ സഹോദരങ്ങൾക്കും നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയും ആ രോഗം മൂലം കഷ്ടപ്പെടുന്ന എല്ലാവരും എത്രയും വേഗം സൗഖ്യമാക്കപ്പെടുന്നതിന് വേണ്ടിയും രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്ക് വേണ്ടി ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും ഈ രോഗത്തെ ചെറുക്കാനായി ശക്തിപ്പെടുന്നതിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, പഠിപ്പിച്ചതുപോലെ നമ്മളെ വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധന്റെ ശരീരങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശംശികായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മൗരീസയുടെ സജീവവും ജീവദായകവുമായ യാഥാർത്ഥ്യത്തിലും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സ്ഥാനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ.
കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയോട് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വരാജ്യത്തിൽ നവമാജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് തുല്യം എന്നോട് ദയതോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത് ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഭോജ്യമാമീശോ തിരുവോസ്തിയിൽ വാഴുമീശോ, വാഴ്ത്തുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ ആരാധ്യനായകത്തിൻ്റെ. ജീവന്റെ ഭോജ്യമാമീശോ തിരുവോസ്തിയിൽ വാഴുമീശോ, വാഴ്ത്തുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ ആരാധ്യനായകത്തിൻ്റെ. ആരാധന ആരാധന തിരുവോസ്തിരൂപനെ ആരാധന 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 മഹേശ്വര എന്നെന്നും ആരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരനെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാരത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ,
രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധാചരണത്തിനുള്ളതാകുന്നു. എല്ലാം പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സ്വർഗ്ഗത്തിലെ സ്തുതിയായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, ദിവ്യയായിട്ടുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഭവനങ്ങളിൽ നിന്ന് വിശുദ്ധബലിയിൽ സംബന്ധിക്കുന്നവർക്ക് ആത്മീയമായ ദിവ്യകാരുണ്യ സ്വീകരണത്തിനുള്ള സമയമാണ്. നമുക്ക് നമ്മളെ തന്നെ ഒരുക്കി നമ്മുടെ സക്രാരിയിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴണമേ എന്ന് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്കൊന്ന് ചേർന്ന് ഏറ്റുപറയാം. വിശുദ്ധ കുർബാനയിൽ ഓ എൻ്റെ ഈശോയെ, ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മിശിഹായുടെ തിരുശരീരവും രക്തവും കടങ്ങളുടെ ബോധയ്ക്കും നിത്യജീവനും കാരണമാകട്ടെ.
സക്രാരിയിൽ നിന്നും എന്റെ ഈശോ എഴുന്നള്ളുന്നു. ഈ ഹൃദയങ്ങളെ വാഴുവാൻ പ്രിയനീശോ എഴുന്നള്ളുന്നു. തിരുസക്രാരിയിൽ നിന്നും എന്റെ ഈശോ എഴുന്നള്ളുന്നു. ഈ ഹൃദയങ്ങളെ വാഴുവാൻ പ്രിയനീശോ എഴുന്നള്ളുന്നു. ജീവദായകവും ദൈവികവുമായ ഈ ദേശത്തെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതി കൃതജ്ഞതയും സമർപ്പിക്കാം. ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. സകലേശൻ വർഷിച്ചു സർവ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമായിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവരിൽ ഞാനും നിശ്ചയമാം. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസം ഉയർപ്പിക്കും. നിത്യായുസ് അവനെയും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയത്തോളം ഈ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം
കരുണയുടെ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടാരാം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ കുരിശടയാളം വഴിയായ സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. സ്വർഗ്ഗാരോപിതമാതാവിന്റെ നോവേന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങേക്കെതിരായി വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ മനസ്സരിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരന്റെ മാതാവാകുവാൻ പരിശുദ്ധ കന്യകാമറിയത്തെ തിരഞ്ഞെടുക്കുകയും അനുഗ്രഹങ്ങളാലും ദാനങ്ങളാലും പരിശുദ്ധ അമ്മയെ സമ്പന്നയാക്കുകയും ചെയ്ത അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സർവ്വഗുണ സമ്പന്നയായ പരിശുദ്ധ മാതാവിനെ ആത്മശരീരങ്ങളോടെ സ്വർഗ്ഗത്തിലേക്ക് കയറ്റിയ പിതാവേ, ആത്മശരീരശുദ്ധത പാലിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ കന്യകയായ ദൈവമാതാവേ, സർവേശ്വരൻ അങ്ങയെ സ്വർഗത്തിലേക്ക് ഉയർത്തിയ നാഴിക വാഴ്ത്തപ്പെട്ടതാകട്ടെ. ഞങ്ങളും സ്വർഗ്ഗത്തിനർഹരായി തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവവരപ്രസാദത്തിന്റെ മാതാവേ, മാലാഖമാർ അങ്ങയെ സ്വർഗത്തിലേക്ക് ആനയിച്ച സമയം വാഴ്ത്തപ്പെട്ടതാകട്ടെ. പരിശുദ്ധ കന്യകാമാതാവേ, ദൈവസന്നിധിയിൽ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. എത്രയും നിർമ്മലയായ മാതാവേ, സർവേശ്വരൻ അങ്ങയെ ഭൂസ്വർഗങ്ങളുടെ രാജ്ഞിയായി മുദ്രധരിപ്പിച്ച സമയം വാഴ്ത്തപ്പെട്ടതാകട്ടെ. പരിശുദ്ധ കന്യകാമാതാവേ, സ്വർഗ്ഗാനന്ദം നേടുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഭംഗം വരാതെ കന്യാത്വം പാലിച്ചുകൊണ്ട് ദേവമാതാവായി ഉയർത്തപ്പെട്ട അനുഗ്രഹീതയായ മാതാവേ, ജീവിത വിശുദ്ധിയ പങ്കം പാലിക്കുവാൻ ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിക്കണമേ. ദാമ്പത്യ ജീവിതത്തിൽ വിശുദ്ധിയും വിശ്വസ്തതയും അഭംഗം പാലിച്ചു വർത്തിച്ച മാതാവേ, മാതൃകായോഗ്യമായ കുടുംബജീവിതം നയിക്കുവാൻ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ത്രിയേക ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ കന്യകാമറിയമേ, നസറത്തിലെ കുടുംബത്തിൽ വിശ്വാസത്തിനൊപ്പം യേശുവിനെ പരിപാലിച്ചു വളർത്തിയ അമ്മേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ലോകമെങ്ങുമുള്ള ദമ്പതികൾക്ക് പരസ്പര സ്നേഹവും ബഹുമാനവും പ്രാർത്ഥിച്ചു നൽകണമേ. കുടുംബജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷവും സ്വാഗതം ചെയ്യുവാനും ഏത് സാഹചര്യത്തിലും ദൈവഹിതം അന്വേഷിക്കുവാനും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ സഹായിക്കണമേ. ഭാഗ്യവതിയോ വാക്യന്റെയും അന്നാമയുടെയും പുത്രിയായി ജനിച്ചു വളർന്ന പരിശുദ്ധ മറിയത്തെ അനുകരിച്ച് മാതാപിതാക്കന്മാർ കീഴ്വഴങ്ങിയും ദൈവകൽപ്പനകൾ പാലിച്ചും ഉത്തമ ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ തിരുഹിതം പോലെ എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവാദത്തെ ഏറ്റെടുത്ത പരിശുദ്ധമേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബികൾക്കും സഹനവും സേവനസന്നദ്ധതയും നൽകണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന സുഖദുഃഖങ്ങളെ ദേവദാനമായി കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അയൽവാസികളെയും ഹൃദയപൂർവ്വം സ്നേഹിക്കുവാനും അവർക്ക് നന്മ ചെയ്യുവാനുള്ള ജീവിതാന്ത്യത്തിൽ അങ്ങയോടൊപ്പം നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചു നൽകണമേ. ഞങ്ങളുടെ ഒഴിവാക്കന്മാർ എല്ലാ സാഹചര്യങ്ങളിലും ദൈവഹിതമറിഞ്ഞ് വചനാനുസൃതം ജീവിക്കുവാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് വാങ്ങി തരണമേ.
എല്ലാ ദൈവങ്ങളെയും നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ സഹായിക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും ഭക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തെ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് കയറ്റിയ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിയുടെ തിരുവചനം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമാതൃത്വം സ്വീകരിച്ച മാതാവിനെ അനുകരിച്ച് എല്ലാ സാഹചര്യങ്ങളിലും ദൈവ തിരുമനസ്സിനെ കീഴ്വഴങ്ങി ജീവിക്കുവാനുള്ള കൃപാവരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ നവനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്നും അവരുടെ എല്ലാ നിയോഗങ്ങളും നിറവേറ്റി കൊടുക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഇടവകയ്ക്കും ഇടവകയിലുള്ള നാനാജാതി മതസ്ഥരായ സഹോദരി സഹോദരങ്ങൾക്ക് ആത്മീയവും ഭൗതികവുമായ പുരോഗതി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും ആവശ്യങ്ങളും നിയോഗങ്ങളും ദൈവമാതാവിനോട് ചേർന്ന് ഈശോയ്ക്ക് സമർപ്പിക്കാം. പ്രത്യേകമായി ഇന്നേ ദിവസം ഈ നൊവേനയും വിശുദ്ധ കുർബാനയും ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധന്മാരായ 4-ാം യൂണിറ്റിലെയും 14-ാം യൂണിറ്റിലെയും എല്ലാ കുടുംബാംഗങ്ങളെയും നമുക്ക് ഈ നിമിഷം ഓർക്കുകയും അവരുടെ നിയോഗങ്ങൾ മാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യാം. ഒപ്പം ഇന്ന് ഈ ദിവ്യബലിയും ഈ നൊവേനയും ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും പ്രാർത്ഥന നിയോഗങ്ങളെ നമുക്ക് മാതാവിനോട് ചേർന്ന് ഈശോയ്ക്ക് സമർപ്പിക്കാം. തിരുനാൾ പ്രസിദ്ധന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. കർത്താവായ ഈശോയെ, തിരുനാൾ പ്രസിദ്ധന്മാരായ ഈ പ്രിയ സഹോദരങ്ങളെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും ഇവരുടെ പ്രിയപ്പെട്ടവരെയും ഇവരുടെ പ്രത്യേക നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദിവ്യ ഈശോനാഥ, ഈ മക്കളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഇവരെ സമർത്ഥമായി അനുഗ്രഹിക്കണമെന്നും ഇവരുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരോരോരുത്തർക്കും ഇവരുടെ പ്രിയപ്പെട്ടവർക്കും സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും സമാധാനവും സന്തോഷവും സാമ്പത്തിക ഭദ്രതയും ഉത്കൃഷ്ടമായ ഭാവി ജീവിതവും നൽകി അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ദുഃഖദുരിതങ്ങളിൽ നിന്നും സാമ്പത്തിക പരാധീനതകളിൽ നിന്നും ഇവരെ രക്ഷിച്ച് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ഈ പ്രിയമക്കളും കുടുംബാംഗങ്ങളും ഏവർക്കും അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ അപേക്ഷകൾ സ്വീകരിച്ച് ഈ മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. സകലേശാ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം പ്രീതിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേ വിമലാമേ ദൈവകുമാരനോ മാതാവേ രക്ഷകനൂരി
നിരയുടെ രാജ്ഞി, പാവാന്മാരുടെ രാജ്ഞി, സ്ത്രീകന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കന്യകമാരുടെ രാജ്ഞി, വന്ദനനിരയുടെ രാജ്ഞി, രക്താംഗിതയുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, ആലോകവന രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തിജഗത്തിനുമേൽക്കും നിത്യവിരാജിതരാക്കി, സർക്കാരോദിതരാക്കി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമില്ലാതാ. പാപം പൊറുക്കണമേ നാഥാ, പാപം പൊറുക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമില്ലാതാ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമില്ലാതാ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമില്ലാതാ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവവും ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങൾ പ്രാർത്ഥന സ്വീകരിക്കണം. നീതിമാനായ യോസേഫിന്റെയും സകല വിശുദ്ധരുടെയും സുഗന്ധങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ തിരുനാളിന് കാരണഭൂതിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സുഗന്ധങ്ങളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധനെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സുഗന്ധങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചതുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി ഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗാരോപതിയായ പരിശുദ്ധ കന്യകാമാതാവിനെ അനുകരിച്ച് അനുദിന ജീവിതാനുഭവങ്ങളിൽ ദൈവഹിതം കണ്ടെത്തി ജീവിക്കുവാനുള്ള കൃപാവരം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. സന്തോഷമെന്നതുപോലെ ദുഃഖങ്ങളും ആരോഗ്യമെന്നതുപോലെ അനാരോഗ്യവും ദൈവാനുഗ്രഹമായി കരുതി സംതൃപ്തരായി ജീവിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. കുടുംബജീവിതത്തിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കുവാൻ, മക്കളെയും പരസ്പര സ്നേഹത്തോടും ധാരണയോടും കൂടി ജീവിക്കുവാൻ ദമ്പതിമാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല അയൽബന്ധങ്ങൾ പുലർത്തുവാനും അവർക്ക് അനുഗ്രഹമാകുവാനും നമുക്ക് ഇടയാകട്ടെ. നാടിന്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഏകോദര സഹോദരങ്ങളെ പോലെ സഹകരണ ബുദ്ധിയോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് ദൈവാനുഗ്രഹം ലഭിക്കട്ടെ. ജീവിതാന്ത്യത്തിൽ നാം എല്ലാവരും ദൈവത്തെ നേരിൽ കണ്ട് നിത്യാനന്ദം അനുഭവിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹായ മാതാവേ ആശ്രിതർക്കാശ്വാസമേകണമേ ജീവിതവീതിൽ അന്തരാളങ്ങൾക്ക് കരുണതൻ പൊൻകരം ചൊരിയണമേ. നിത്യസഹായ മാതാവേ ആശ്രിതർക്കാശ്വാസമേകണമേ ജീവിതവീതിൽ അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. നിൻ പൊന്നോമൽ സുതനാ ഈശോ മിശിഹാ വഴിയാൽ ഏകീടണമേ അമ്മേ നൽവരങ്ങൾ. അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ.